നമസ്കാരം. എന്താണ് ഈ ചാരക്കേസ്? ചാരക്കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി, 3 ദശാബ്ദത്തിലധികമായി മറക്കാനും പലരും മറക്കാതിരിക്കുവാനും ശ്രമിക്കുന്ന ഒരു കഥയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ നൽകുകയും ചെയ്തു. ഒരു പോലീസ് ഓഫീസറുടെ കാമഭ്രാന്ത്, ആ ഒരു പോലീസ് ഓഫീസറുടെ കാമഭ്രാന്ത് കാരണം ഒരു സംസ്ഥാന സർക്കാർ അടക്കം അട്ടിമറിക്കപ്പെട്ടു പോയി. കേരളം കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് അന്ന് പടിയിറങ്ങിയത്. രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന ശാസ്ത്രജ്ഞരെ നാടിന് നഷ്ടമാക്കി. അതാണ് ISRO ചാരക്കേസ്. CI വിജയൻ മറിയം റഷീദയെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മാധ്യമങ്ങൾ കുറ്റാരോപിതരായ ശാസ്ത്രജ്ഞരെ വാർത്തകളിലൂടെ നിരന്തരം ബലാത്സംഗം ചെയ്തുകൊണ്ടിരുന്നു. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ചാരക്കേസ് ഇவ்விധം ഇളകിയാടാൻ കാരണം മറിയം റഷീദിന്റെ നിറ യൗവനമായിരുന്നു. സ്മാർട്ട് വിജയൻ എന്ന പോലീസ് ഓഫീസർ ഹോട്ടലിൽ വെച്ച് മറിയത്തെ കയറിപ്പിടിച്ചതും അതവൾ തടഞ്ഞതുമാണ് ചാരക്കഥയിലേക്ക് നയിച്ചത് എന്നാണ് CBI പോലും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. നിയമം ആ വഴിക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ പീഡന ഗൂഢാലോചന കേസുകളിൽ പ്രതി ചേർത്ത് വിജയനെ അറസ്റ്റ് ചെയ്തിൽ ലോക്കപ്പിൽ അടയ്ക്കേണ്ടതാണ്. പക്ഷെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരൻ്റെ സ്ഥാനചലനത്തിന് വരെ വഴിവെച്ച കേസാണ് ഈ ചാരക്കേസ്. ഒരു പോലീസ് ഓഫീസറുടെ കാമഭ്രാന്ത് കാരണം ഒരു സംസ്ഥാന സർക്കാർ തന്നെ അട്ടിമറിക്കപ്പെട്ടു പോയ ഒരു ഇടം, ഒരു സ്ഥലം, രാജ്യത്തിൻ്റെ അഭിമാനമായിരുന്ന ശാസ്ത്രത്തിൻ്റെ നാടിന് നഷ്ടമാക്കിയ ഇടം. അവർ അപമാനിതരായി മാറി. സംഭവം നിസ്സാരമല്ല. എന്നിട്ടും വിജയൻ വിജയശ്രീലാളിതനായി വാഴുന്നു. കുറ്റാരോപിതർക്കെതിരെ മാധ്യമ വിചാരണയുടെ ഒന്നാം തരം ദൃഷ്ടാന്തങ്ങളിലൊന്നായിരുന്നു അത്. ഇന്നും ഈ കേസ് വിലയിരുത്തപ്പെടുന്നത്. ചാരക്കേസ് കത്തിപ്പെടാൻ കാരണം പല പത്രങ്ങളും ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടപെടലുകളായിരുന്നു. പോലീസിൽ ഇലയിണങ്ങിയാൽ ഇന്ന് ചോദ്യം ചെയ്യാൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന ഒരു കാലമാണ്. ഈ കാലമൊന്നും ആയിരുന്നില്ല അന്ന്. 30 വർഷം പിന്നിലേക്ക് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. അന്ന് പത്രങ്ങൾ മാത്രമേ ഉള്ളൂ. ഏഷ്യാനെറ്റ് TV വരെ വളരെ പ്രാരംഭ ദിശയിലാണ്. മനോരമ അടക്കമുള്ള പത്രങ്ങൾക്ക് തിരുവനന്തപുരം എഡിഷൻ പോലും ആയിട്ടില്ല എന്നുള്ളതാണ്. മാതൃഭൂമിക്ക് തിരുവനന്തപുരം എഡിഷൻ ഉണ്ട്. ഇന്നത്തെ പോലെയല്ല. ബഹുകേമന്മാരായിരുന്നു തിരുവനന്തപുരത്തെ പത്രസമൂഹം എന്നുള്ളത് മറന്നു പോകരുത്. 1994 ഒക്ടോബർ മാസം 13-നായിരുന്നു അത് സംഭവിക്കുന്നത്. അന്നാണ് CIS വിജയൻ, അല്പം ഗ്രാമീണ ഭാഷയിൽ പറഞ്ഞാൽ കഴപ്പുമൂത്ത്, തിരുവനന്തപുരം ഹോട്ടൽ സാമ്രാട്ടിൽ താമസിക്കുകയായിരുന്ന മറിയം റഷീദയെ ഹോട്ടൽ മുറിയിലെത്തി കയറിപ്പിടിച്ചത്. അവർ വഴങ്ങിയില്ല. പിന്നെ ഇക്കഥ പുറത്തു വരാതിരിക്കാനായും റഷീദയോടുള്ള വാശി തീർക്കാനുമായി വിജയൻ കഥകൾ മെനയുകയായി. ദേശാഭിമാനിയിലും തനിനിറത്തിലുമാണ് വാർത്ത ആദ്യം വരുന്നത്. അപ്പോൾ കഥയുടെ രൂപം മാറി. ISRO ചാരക്കേസിലെ കഥകൾ ചുരുളെഴുതാൻ തുടങ്ങുകയായി. വാർത്ത ചർച്ചയായി. പ്രസ് ക്ലബിലും സെക്രട്ടേറിയറ്റിലെ മീഡിയ റൂമിലും എല്ലാം വലിയ ചർച്ചകളായി മാറി. ദേശാഭിമാനിയുടെയും തനിനിറത്തിൻ്റെയും വാർത്തകളുടെ പിന്നാമ്പുറത്ത് ഇതാ കിടക്കുന്നു 2 സ്ത്രീകൾ, മാലദ്വീപ് സ്വദേശികളായ മറിയം റഷീദയും ഫൗസിയ ഹസനും. വാർത്ത ദേശാഭിമാനി തനിനിറം ലേഖകർക്ക് പോലീസ് ചോർത്തിക്കൊടുത്തതാണ്. CI ആയിരുന്ന S വിജയനായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതും. വിജയനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചവരാണ് ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയപ്പെടുന്നത്. S വിജയൻ എന്നല്ല, അദ്ദേഹം പോലീസിൽ അറിയപ്പെട്ടിരുന്നത് സ്മാർട്ട് വിജയൻ എന്നായിരുന്നു. അത്രയ്ക്ക് സ്മാർട്ടായിരുന്നു ആ വിജയൻ. കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ISRO ചാരക്കേസിൻ്റെ തുടക്കമായിരുന്നു അത്. തിരുവനന്തപുരം ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്ന് പറയപ്പെടുന്ന സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരായിരുന്ന ഡോക്ടർ ശശികുമാരനും ഡോക്ടർ നമ്പിനാരായണനും ചേർന്ന് മറിയം റഷീദ എന്ന മാലി സ്വദേശിനി വഴി ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ രഹസ്യങ്ങൾ വിദേശികൾക്ക് ചോർത്തി നൽകി എന്നതായിരുന്നു ആരോപണം. ഇവിടെ ഈ കഥയ്ക്ക് പിന്നിൽ 2 സ്ത്രീകളായതിനാൽ ചർച്ച കാടുകയറുക അത് സ്വാഭാവികമാണ്. ദേശാഭിമാനിയുടെയും തനിനിറത്തിൻ്റെയും ലേഖകർക്ക് പൊന്നുവില. എവിടുന്ന് കിട്ടി ഈ സ്റ്റോറി? അവർ സോഴ്സ് വെളിപ്പെടുത്തിയില്ല. പെണ്ണുകേസാണ്, പത്രം വിറ്റഴിയാൻ വേറൊന്നും വേണ്ട. എന്നിട്ടും മനോരമ പതിവ് പോലെ സംയമനം പാലിക്കുകയും ചെയ്തു. മനോരമ എപ്പോഴും അങ്ങനെയാണ്. ഒരു കഥ കിട്ടിയാൽ നേരെ കയറി മേയില്ല. 1-2 ദിവസം കഥ ചെറിയ വാർത്തയാക്കി ഒതുക്കും. പിന്നെ ആഞ്ഞടിയാണ്. പതുങ്ങിക്കിടന്ന് പിന്നെ പത്തി വിടർത്ത് ആടുന്ന ഒരു ശീലമാണ് മനോരമ ശൈലി. അതേക്കുറിച്ച് മനോരമ എഡിറ്റോറിയലിലെ തമാശക്കഥ എന്ന് പറയപ്പെടുന്ന ഇതാണ്: ആദ്യ 2 ദിവസം നാം അനങ്ങില്ല, അത് കഴിഞ്ഞാൽ സർവ്വസന്നാഹങ്ങളുമായി ഒരിറക്കമാണ്, പിന്നെ ആ വാർത്തയെ ബലാത്സംഗം ചെയ്താണ്. നമുക്കെങ്ങനെയാണ് ഒരു കഥ എഴുതാൻ ഒരു പടയ്ക്കുള്ള ലേഖകരെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്? പത്രത്തിൻ്റെ ആദ്യപടി അതാണ്. പിന്നെ അവരെ കയറി വിടുകയാണ്. പിന്നെ വാശിക്ക് കഥ എഴുത്താണ്. അതാണ് വാർത്താ ബലാത്സംഗം എന്ന് പറയപ്പെടുന്നത്. പല മാധ്യമങ്ങളും അത്തരത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. ചാരക്കേസിലേക്ക് തിരികെ വന്നാൽ കഥയെഴുത്ത് എന്ന് പറയപ്പെടുന്ന മനോരമയും മാതൃഭൂമിയും അന്നത്തെ പത്രങ്ങൾ എല്ലാവരും മത്സരിച്ചേറ്റെടുത്തു. മംഗളം വിടുമോ? കഥയുടെ ആശാന്മാരാണവർ. നിറമുള്ള കഥയായാൽ പിന്നെ അവർ പേന താഴെ വയ്ക്കുകയില്ല. അതാണ് മംഗളത്തിൻ്റെ പ്രത്യേകത. അവരുടെ അന്നത്തെ തിരുവനന്തപുരം ലേഖകനാട്ടെ പൈങ്കിളി എഴുതാൻ ബഹുകേമനും. അദ്ദേഹത്തിന് അന്നും പോലീസിൽ അശ്ലീല ബന്ധങ്ങൾ ഏറെ ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതയാണ്.
വിജയന് വേണ്ടി കഥമനഞ്ഞ മാധ്യമപ്രവർത്തകൻ പിന്നെ എത്തിയതും ഇവിടെയാണ്. മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു, പോലീസിൻ്റെ തോളിൽ കൈയിട്ട് നടക്കുന്ന ബന്ധങ്ങളുണ്ടായിരുന്ന ലേഖകനായിരുന്നു. പോലീസ് എന്ന് പറയപ്പെടുന്ന പോലീസ് യഥേഷ്ടം കഥകൾ ചോർത്തി നൽകി. ചെറുകിട പത്രങ്ങൾക്ക് കഥ നൽകാൻ 2-3 പത്രലേഖകരെ പോലീസ് ചട്ടം കെട്ടി. അതിനാൽ എല്ലാ ചെറിയ പത്രങ്ങൾക്കും വാർത്ത കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നു. അതായത് വാർത്തകളുടെ ഒരു ചെറിയ സാധ്യത പോലും നഷ്ടമാകരുത് എന്ന് ആർക്കൊക്കെയോ നിർബന്ധമുണ്ടായിരുന്ന പോലെ. മറിയം റഷീദയും ഫൗസിയ ഹസനും ISRO ശാസ്ത്രജ്ഞരായിട്ടുള്ള ശശികുമാറും നമ്പിനാരായണനും പിന്നീട് അറസ്റ്റിലാകുന്നു ചരിത്രമാണ്. 1994 ഒക്ടോബർ 20 മറിയം റഷീദയെ തിരുവനന്തപുരത്ത് അറസ്റ്റ് ചെയ്യുന്നത്. ഒക്ടോബർ 30 നമ്പിനാരായണനും അറസ്റ്റിലായി. നവംബർ 13 ബാംഗ്ലൂരിൽ വെച്ചാണ് ഫൗസിയ ഹസനെ അറസ്റ്റ് ചെയ്യുന്നത്. മറിയം റഷീദയെ ഹാജരാക്കിയ വഞ്ചൂർ കോടതി ആ മുറിയും പരിസരവും നിറഞ്ഞു കവിഞ്ഞ ആൾക്കൂട്ടമായിരുന്നു. പത്രക്കാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും പട തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കണ്ണുകളും ആ പെണ്ണിലേക്ക്. ഒരു നോക്ക് കണ്ടാൽ മതി, സമൃദ്ധയാണ് മറിയം റഷീദ എന്ന് പറയപ്പെടുന്ന യുവതിയുടെ യൗവനം എന്ന് പറയപ്പെടുന്നത്. ആ യൗവനത്തെ മതിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ സ്മാർട്ട് വിജയൻ എന്ന് പറയപ്പെടുന്ന പോലീസുകാരൻ്റെ കാമഭ്രാന്തിന് കാരണം രൂപീകരിക്കപ്പെട്ടു പോയ ഒരു സംവിധാനമായിരുന്നു ചാരക്കേസ്. ചാരക്കേസിൻ്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വരുമ്പോൾ നാണം കെട്ട ഒരു തലമുറയുടെ മുഖം കൂടി നമ്മൾ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്തും എഴുതി പിടിപ്പിക്കുവാൻ കഴിയുന്ന മാധ്യമപ്രവർത്തകരും എന്ത് കഥയും ഉണ്ടാക്കാൻ കഴിയുന്ന പോലീസുകാരുമുള്ള ഒരു നാട്ടിൽ എന്തും നടക്കുമെന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും വൃത്തികെട്ട പലരുടെയും ജീവിതങ്ങളെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെട്ട, പലരുടെയും തകർത്തെറിയപ്പെട്ട ജീവിതങ്ങളാക്കി മാറ്റിയത് ഈ പറഞ്ഞവർക്കൊക്കെ ഇനി തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എഴുത്തെഴുതിയ, ഇങ്ങനെ എഴുതി നശിപ്പിച്ച, അല്ലെങ്കിൽ എഴുത്തിലൂടെ ബലാത്സംഗം നടത്തിയ മാധ്യമപ്രവർത്തകർ തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇങ്ങനെ ആക്കി മാറ്റിയ പോലീസുകാർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ ഈ ഡോക്ടർ ശശികുമാരൻ നായരുടെയും നമ്പിനാരായണൻ്റെയും ഒക്കെ ജീവിതങ്ങൾ? 2 സ്ത്രീകളുടെ ജീവിതങ്ങളെ തകർത്തെറിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടൊന്ന് ചോദ്യമുണ്ടാവില്ലേ? മറിയം റഷീദയാണെങ്കിലും ഫൗസിയ ഹസനാണെങ്കിലും എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത് സംഭവിച്ചതെന്ന് ചോദ്യം വരില്ലേ? മാനുഷികമായിട്ടൊരു പരിഗണന വേണ്ടേ? മനുഷ്യരാണ് എന്ന് കരുതണ്ടേ? എന്തും എഴുതി പിടിപ്പിക്കുവാനെന്നുള്ള തോന്നിയവാസം അത് മാധ്യമപ്രവർത്തകർക്കുണ്ടാകുന്നത് അവരുടെ അഹന്തയാണ്. എന്തും ചെയ്ത് ആരെയും തുറുങ്കലിൽ അടയ്ക്കാമെന്ന് പറയപ്പെടുന്ന പോലീസിൻ്റെ കാട്ടുനീതിയുണ്ടല്ലോ, അതും ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. ഭരിക്കാൻ കഴിവുള്ളവർ ഉണ്ടാകട്ടെ, ആഭ്യന്തര വകുപ്പിനെ നയിക്കാൻ കഴിവുള്ളവർ ഉണ്ടാകണം. അല്ലെങ്കിൽ പോലീസിനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ നാളെ ഏത് നിരപരാധിയും അപരാധിയാകുന്ന കാലം വിദൂരമല്ല.